ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ എൻ്റെ ജേർണൽ ബുക്കിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 9.5 മന്ത്സിനുള്ളിലാണ് ഞാൻ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഇതിൻ്റെ ഫ്ലിപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1-2 ആൾക്കാരൊക്കെ ഇതിൻ്റെ ഫ്ലിപ്പ് ത്രൂ ചോദിക്കുകയും ചെയ്തിരുന്നു. സോ ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഇതിൽ ചെയ്യുന്ന ജേർണൽസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെയുള്ള ജേർണൽസ് ഒന്നും നിങ്ങൾക്ക് ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. ഈ ജേർണൽ ബുക്ക് ശരിക്കും ചെയ്ത സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ അത്ര അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ചിലതൊക്കെ ഭംഗിയുണ്ടാവും, ചിലതൊക്കെ ഭംഗിയുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മന്തും ആദ്യം തന്നെ ഞാൻ ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ഇതുവരെ ഒറ്റൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഡിസംബറിലുള്ളത് ആകെ 2-3 ദിവസം അങ്ങനെയുള്ള ചെയ്തത്. ഓൾമോസ്റ്റ് എപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. സംഭവം ഒരു പെൻപാലൊക്കെ രീതിയിൽ ചെയ്തതാണ്. ഞാനല്ല, എൻ്റെ ഫ്രണ്ട്. പെൻപാലെന്ന് പറയാനില്ലെങ്കിലും ഒരു ലെറ്റർ എന്നൊക്കെ വേണേൽ പറയാം. ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ജേർണൽ ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അതുപോലെ എനിക്ക് റീസെൻ്റ് ആയിട്ട് കിട്ടിയത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ വേറെ കുറച്ച് സ്വഭാവങ്ങളാണ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇതുപോലുള്ളത് ഇനിയും കുറച്ചെണ്ണുണ്ട്. ഇങ്ങനെ എഴുതാൻ വേണ്ടി മടി കാണിക്കാനുള്ള ഒറ്റ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കുഞ്ഞായിട്ട് ഒരുപാട് എഴുതും. അപ്പം അതിന് നല്ല ടൈമും പേഷ്യൻസും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും എഴുതാതെ കിടല്. ഈ ഒരു ബുള്ളറ്റ് ജേർണൽ ഉണ്ടോ, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ജേർണലാണ് അത്. പക്ഷെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള 2 പേജസ് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഈ ജങ്ക് ജേർണൽ ചെയ്യാൻ എനിക്ക് അത്രക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജങ്ക് ജേർണലൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ്. അടുത്ത ബുള്ളറ്റ് ജേർണലാണിത്. ഇതും അതുപോലൊക്കെ തന്നെ ഫുള്ള് ഫ്ലോപ്പാണ്. എന്ത് ചെയ്യാന്, എത്ര ട്രൈ ചെയ്തിട്ടും ഒന്നും റെഡി ആവുന്നില്ല. ഇതിൻ്റെ സൈഡിലുള്ളത് ശരിക്കും ഫുഡ് കഴിച്ചതിൻ്റെ ബില്ലാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജങ്ക് ജേർണൽ ചെയ്യാൻ അത്ര അറിയില്ല. പിന്നെ ഇതിലും ബില്ലുണ്ട്. ഇതിന് ഔട്ടിങ്ങിന് പോയപ്പം വാങ്ങിയ എന്തൊക്കെയോ സാധനത്തിൻ്റെ ബില്ലാണ്. പിന്നെ ഈ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ ഏരിയ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ അടിയിലുള്ള കോളംസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഒന്നും പഠിച്ചതില്ല. പിന്നെ ചിലതിനൊക്കെ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ബുക്കിൽ ആകെ ഒരു പേജാണ് പറഞ്ഞത്, അതാണിത്. ശരിക്കും നല്ല സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇതാണ് അടുത്ത വേറെ ബ്ലാങ്ക് പേജ്. എന്ത് ചെയ്യാനാ, മടി കുറച്ചധികമായിപ്പോയി. പക്ഷെ ഞാൻ അത്ര മടിയുള്ള
നിങ്ങൾക്ക് ഇത്രക്കും മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എഴുതി തീർക്കുക. ആകെ 2-3 പേജുള്ളൂ എഴുതാത്തത്, ബാക്കി ഫുള്ളും എഴുതിയതാണ്. ഈ ബ്ലറാക്കുന്നതൊക്കെ ഫോട്ടോസാണ് കേട്ടോ. 2 പേജ് ഫുൾ കൊളാഷ് ഒക്കെ പോലെ ചെയ്തതായിരുന്നു. പിന്നെ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോയ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഞങ്ങൾ വെറുതെ എന്തൊക്കെയോ ചെയ്തതാണിത്. അതിൻ്റെ ഒരു മെമ്മറിക്ക് ഞാൻ ഇതുപോലെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇതും കുറച്ച് ഫോട്ടോസാണ്, കസിൻസിൻ്റെയും ഫാമിലിൻ്റെയും ഒക്കെ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഇത് നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ റീസെൻ്റ് ആയിട്ട് കിട്ടിയ പെൻ പാലറ്റ്. ഈ ലാസ്റ്റ് 4 ജേർണൽസും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുണ്ടാവും, കാരണം ഞാൻ അതൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ജേർണൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെങ്കാട്ടും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ജേർണൽ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള, എനിക്ക് ഓർത്ത് വെക്കണമെന്ന് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഡയറി പോലെ എഴുതി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെത്തേഡ്. സോ അപ്പോൾ ഇത്രയുള്ളത് തന്നെ ഫ്ലിപ്പ് ത്രൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.